ഹലോ. സോ ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് കാനഡയിൽ നിന്നും വരുന്ന എൻ്റെ ട്വിന്നിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലേക്കുള്ള ഒരു ജേണിയാണ്. നിങ്ങൾക്കിതിൽ കാണാൻ പറ്റുന്ന പോലെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്നത് ഇവിടെ ബബിൾസാണ്. സോ അർജുൻ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴേക്കും അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ എൻ്റെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജേണി ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഒരു 2 hours കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ താമരശ്ശേരി ചുരത്തി. അവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് നല്ലോണം വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നല്ല സ്പോട്ടൊക്കെ നോക്കുമായിരുന്നു. അപ്പോഴാണ് നല്ലൊരു അടിപൊളി വാഴത്തോട്ടം കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അമ്മ നല്ല ചൂട് ഇഡ്ഡലിയായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ ലോങ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. അപ്പോൾ നല്ല ചൂട് ഇഡ്ഡലി, ചട്നി, പൊടി ഒക്കെ തന്നയച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കാപ്പി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ടായിരുന്നു. അവിടുന്ന് നല്ലൊരു കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളുടെ ജേണിയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് എത്തി. അവിടെ ഇഷ്ടംപോലെ മാങ്കൂട്ടങ്ങളായിരുന്നു കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളുടെ ഭാഗ്യവശാൽ കാരണം നമുക്ക് വേറെ ഒന്നിനും നമുക്ക് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ ഹൈവേ കയറി. ഹൈവേയിൽ നമുക്ക് സുഖമായിട്ട് നല്ല സ്പീഡിൽ തന്നെ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി. അങ്ങനെ അന്ന് അവിടെ സ്റ്റേ ചെയ്ത് ഡേ 2 ഞങ്ങൾ എഗെയിൻ ഒരു 4 o'clock ഒക്കെ ആവുന്ന സമയത്ത് ഇറങ്ങി. എൻ്റെ ട്വിന്നിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഗൗതം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ എയർപോർട്ടിലേക്ക് രാവിലെ തന്നെ പോയി. സത്യം പറഞ്ഞാൽ ബാംഗ്ലൂർ എയർപോർട്ട് എന്ന് പറയുന്നത് നല്ല അടിപൊളി എയർപോർട്ടാണ്. അതായത് ഫുള്ള് ഇലകളൊക്കെ വെച്ചിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അതെന്ന് പറയുന്നത്. ഞങ്ങളങ്ങനെ അവിടെ ഒരു 5:45 ഒക്കെ ആകുമ്പോഴേക്കും എത്തി. അവന് അപ്പോഴേക്കും ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമിഗ്രേഷന് പിന്നെ എന്തായാലും ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്തു. ഇതാ നമ്മളുടെ ഹീറോൻ്റെ എൻട്രി ആഫ്റ്റർ 3 years തിരുമ്പി വന്നിട്ടേ. चला मैं जहां ले चला मुझे रास्ता, बूंदों पे नहीं गहरे समंदर पे। ओ ओ ओ इलाही मेरा जी आए आए, इलाही मेरा जी आए आए। അങ്ങനെ അവൻ ലാൻഡ് ചെയ്തപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ വിളിച്ചു. വീട്ടിൽ അച്ഛനെയും അമ്മേനെയും ചേട്ടനെയൊക്കെ വിളിച്ച് പറഞ്ഞു അവൻ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ വീട്ടിലറിയിച്ചു. നാട് കഴിഞ്ഞിട്ട് തന്നെയുള്ളൂ ഏത് കാനഡയും ഏത് UK-യും. അല്ല, ഞാൻ ഇന്ത്യയാണ് ഉദ്ദേശിച്ചത്. കാറിൽ ഫുള്ള് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ ഇനി ഉറങ്ങില്ല, ഇനി ഫുള്ള് ഉറക്കമില്ലാത്ത രാത്രി, ഇനി അടിച്ചു പൊളിക്കൽ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾ ഫുള്ള് കിടന്നുറങ്ങിയായിരുന്നു. അത് വന്നിട്ട് ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഇത് മാത്രമായിരുന്നു പണി എന്ന് പറയുന്നത്. പിന്നെ വെറുപ്പിക്കാൻ നമ്മൾ അത്രയും അടിപൊളി ആയതുകൊണ്ട് തന്നെ വെറുപ്പിച്ച് തള്ളി എണീപ്പിച്ച് പിന്നെ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അങ്ങനെ അന്ന് നൈറ്റ് അവിടെ ഫുള്ള് നമ്മൾ കുറേ നേരമൊക്കെ സംസാരിച്ചൊക്കെ ഇരുന്ന് പിറ്റേ ദിവസം മോർണിംഗ് ഒരു 7 ഒക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തു കോഴിക്കോടിലേക്ക്. ഹൈവേയിൽ കയറിയാലുള്ള ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് കിട്ടില്ല. ഞങ്ങൾ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സ് നോക്കുമായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഒരു റെസ്റ്റോറൻറ്റ് കിട്ടി. അവിടുന്ന് ദോശയും പൊങ്കലും വടയും കർണാടകയിൽ നിന്നതൊക്കെ കഴിക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് അതിനൊക്കെ. പിന്നെ ഹൈവേയിൽ വണ്ടി ഓടിക്കുക എന്ന് പറയുന്നത് ചുമ്മാ ഒന്ന് ആക്സിലേറ്റർ ചവിട്ടി കൊടുത്താൽ മതി, തന്നെ വണ്ടി അങ്ങ് പോയിക്കോളൂ. നമ്മൾ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല ഈസി റോഡായിരുന്നു. മൈസൂർ എത്തിയപ്പോൾ ഞങ്ങൾ മൈസൂർ പാലസിൻ്റെ അടുത്ത് കൂടിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് കയറണം എന്നുണ്ടായിരുന്നു. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ നേരെ വന്നു. അങ്ങനെ തിരിച്ച് ബന്ദിപ്പൂർ എത്തിയപ്പോഴാണ് ഒരു ആനയും 2 ആനയും ഒരു ആനക്കുട്ടിയും. ഞാൻ ആദ്യമായിട്ടാണ് ആനക്കുട്ടീനെ നേരിട്ട് കാണുന്നത്. ഇതുവരെ ഞാൻ ആനക്കുട്ടീനെ നേരിട്ട് കണ്ടിട്ടില്ല. നല്ല ക്യൂട്ടായിരുന്നു സത്യം പറഞ്ഞാൽ. അങ്ങനെ ഫൈനലി ഞങ്ങൾ വീട്ടിലെത്തി. ഇനി നമുക്ക് എല്ലാവരും റിയാക്ഷൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ബബിൾസിൻ്റെ റിയാക്ഷനാണ്. ഓക്കെ, ബായ്.